ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ഗീത ദ ആബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട കർമ്മം എന്താണോ അത് മടി കൂടാതെ ധർമ്മത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത്. ആത്മീയ പാതയിലൂടെയുള്ള നിങ്ങളുടെ ഈ യാത്രയിൽ പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതെല്ലാം നിങ്ങൾ ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും അതുപോലെ തന്നെ ആശയക്കുഴപ്പങ്ങളും എന്ത് ഇമോഷനാണോ നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത് ആ ഇമോഷനെ ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതിനുള്ള സൊല്യൂഷൻ ഭഗവാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പല രീതിയിലായിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഈ ആശയക്കുഴപ്പത്തിൽ നിങ്ങൾ മടി പിടിക്കാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. കാരണം ഈ കർമ്മ മേഖല നിങ്ങളുടെ ജന്മനിയോഗമാണെന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അത് നിർവഹിക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ ജന്മം എടുത്തിരിക്കുന്നത്. അത് എത്ര ദുർഘടമായിരുന്നാലും അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശവും അതുപോലെ തന്നെ സംരക്ഷണവും നിങ്ങൾക്ക് തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കർത്തവ്യ നിർവഹണത്തിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസും മാർഗനിർദ്ദേശവും കിട്ടുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പല രീതിയിലുള്ള ആളുകളിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് മെസ്സേജായിട്ട് തന്നെ അതിനുള്ള ഓരോ ഗൈഡൻസും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തന്ന് സഹായിക്കുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് കേട്ടോ. അടുത്തത് സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നതെന്ന് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ തീരുമാനം എടുക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ മെസ്സേജ് തരുന്നത് കേട്ടോ. കാരണം അത് നിങ്ങളുടെ തന്നെ ഒരു ഡെസ്റ്റിനി ആയിട്ട് മാറുന്നതാണ്. ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ദീർഘനാളത്തേക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഒരു കാര്യമായിരിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വരും വരായികളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക, നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സത്യത്തിനും ധർമ്മത്തിനും നിങ്ങൾ മുൻതൂക്കി തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അടുത്ത മെസ്സേജ് ചാരിറ്റിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നവർക്ക്, നിങ്ങളുടെ മുമ്പിൽ ആരാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടുന്നത് എന്ന് തോന്നുന്നത് അവർക്ക് നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ചാരിറ്റി ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങളെ കൊണ്ട് എന്താണോ അപ്പോൾ കൊടുക്കാനുള്ള പ്രാപ്തി ഉള്ളത് അത് ഏത് വിധേനയായിരുന്നാലും, ഇപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരാൾക്കൊരു പിന്തുണ കൊടുക്കാൻ പറ്റിയിരുന്നാലും, സാമ്പത്തിക സഹായമായിരുന്നാലും, അന്നദാനം, മറ്റ് സാധനങ്ങൾ കൊടുക്കൽ, അതുപോലെ തന്നെ നോളജ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ, ഇപ്പം ഹീലിംഗ് എനർജി കൊടുക്കൽ, കെയറിങ് ആയിരുന്നാലും ലവ് ആയിരുന്നാലും എന്താണോ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അത് നിറഞ്ഞ മനസ്സോടെ തന്നെ നിങ്ങൾ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത്തരത്തിൽ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെയും നിറഞ്ഞ ഹൃദയത്തോടെയും ചെയ്യുന്ന ഈ കൊടുക്കലുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ ഭഗവാൻ തിരിച്ചു തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് വരുന്നത്. അപ്പോൾ ഹൃദയശുദ്ധിയോടുകൂടി ചെയ്യുക. മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ഗീത ഡെക്കിന്ന് കിട്ടിയ കാർഡ്സ് മിസ് ഐഡൻറ്റിഫൈങ് ഗോഡാണ്. ഇവിടെ ഭഗവാനെ വെറും മനുഷ്യരൂപത്തിൽ മാത്രം കണ്ട് വിലയിരുത്തുന്നവർക്ക് വേണ്ടിയുള്ള മെസ്സേജാണിത്. ഭഗവാന്റെ ചൈതന്യം
അത് എന്താണ്? ഭഗവാന്റെ ചൈതന്യത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ് കേട്ടോ ഇത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ വെറും ഒരു മനുഷ്യപ്പിറവി മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും പരമാത്മാവാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും വേണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ വസിക്കുന്നുണ്ട്. ഭഗവാനാകുന്ന പരമാത്മാവിൽ നിന്നും വന്നിട്ടുള്ള ജീവാത്മാക്കളാണ് നിങ്ങൾ ഓരോ ആളുകളും, അതുപോലെ തന്നെ ഓരോ ജീവജാലങ്ങളും എന്ന് മനസ്സിലാക്കുക. നിങ്ങളിലുള്ള ആത്മചൈതന്യം തന്നെയാണ് മറ്റ് സകല ജീവജാലങ്ങളിലും ഉള്ളതെന്നുള്ള സത്യം അംഗീകരിക്കുകയും അതുപോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. സത്യത്തെയും അഹിംസയെയും മുൻനിർത്തി നിങ്ങൾ ജീവിക്കുക എന്നാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും ഒരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അടുത്തത് സ്പാർക്ക് ഓഫ് സ്പ്ലെൻഡർ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ഐശ്വര്യത്തിനും പുറകില് ഭഗവാന്റെ കരങ്ങളുണ്ട്. അപ്രതീക്ഷിതമായ പല സന്തോഷങ്ങൾക്കും അതുപോലെ തന്നെ ധനാഗമനങ്ങൾക്കും എല്ലാം കാരണം ഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സഹായങ്ങൾക്കും ഭഗവാനോട് ഹൃദയപൂർവ്വം നന്ദിയും കടപ്പാടും അറിയിക്കുക. നിങ്ങളുടെ മേലെ ഭഗവാന്റെ കൃപ ചൊരിയുന്ന ഒരു സമയമാണിത്. അത് അംഗീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക എന്ന് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ ഹൃദയം നിറഞ്ഞു തന്നെ അത് ഓരോന്നും ആക്സെപ്റ്റ് ചെയ്ത് ഭഗവാന്റെ കൃപാകടാക്ഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ ഭഗവാനോട് നന്ദി അറിയിക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത്. അടുത്തത് ടോളറൻസ് ആണ്. ജീവിതത്തിൽ ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ഋതുക്കളെ പോലെയാണ്. ഇപ്പോൾ ചൂട് മാറുമ്പോൾ തണുപ്പ് എന്നുള്ളൊരു കാലാവസ്ഥ വരുന്നത് പോലെ തന്നെയാണ് സുഖദുഃഖങ്ങൾ ലൈഫിൽ വരുന്നത്. ഒന്നും ലൈഫിൽ ശാശ്വതമല്ല. എല്ലാത്തിനെയും ഒരു സാക്ഷിഭാവത്തിൽ കണ്ട് സഹനത്തോട് ജീവിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് കേട്ടോ. നിങ്ങളുടെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്ന പാഠങ്ങളാണ് ഇത് ഓരോന്നും എന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ ജീവിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളിവിടെ ഒരു ബാലൻസ് കൊണ്ടുവന്ന് അതെല്ലാം അംഗീകരിച്ച് ഈ സമയവും കടന്നു പോകും എന്നുള്ള ഒരു തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ തരുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ഭഗവാൻ തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.